ഒരു അത്ഭുത കാഴ്ചയാണിത്. അതും രാജ്യത്ത് ആദ്യമായി. വെയിലെന്നോ മഴയെന്നോ മഞ്ഞെന്നോ വ്യത്യാസമില്ലാതെ നമുക്കെല്ലാം ഭക്ഷണവും അത്യാവശ്യം വീട്ടുസാധനങ്ങളുമെല്ലാം എത്തിച്ചു തരുന്ന തൊഴിലാളികളില്ലേ? ഇങ്ങനെയുള്ളവർ സാധാരണ ഒരു ഡെലിവറി കഴിഞ്ഞാൽ എവിടെ വിശ്രമിക്കുമെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. എന്നാൽ തമിഴ്നാട്ടിലെ ഭരണകൂടം ഇതിനെക്കുറിച്ച് കാര്യമായി തന്നെ ചിന്തിച്ചു. അങ്ങനെയാണ് അണ്ണാനഗറിൽ ഈ കാണുന്ന ആധുനിക ലോഞ്ച് ഒരുങ്ങുന്നത്. DMK സർക്കാരിന്റെ കഴിഞ്ഞ ബജറ്റ് പ്രസംഗത്തിൽ ഇടം പിടിച്ച പദ്ധതിയാണ് വളരെ വേഗത്തിൽ തന്നെ യാഥാർത്ഥ്യമായത്. வெயில் ரொம்ப அடிக்குது. சென்னையில் ரொம்ப வெயில் அடிக்குது. நாங்கள் பார்க்கில் இந்த மாதிரிலாம் உட்காந்துருப்போம், வெயில் தாங்க முடியாமல். நாங்கள் ரொம்ப கஷ்டப்பட்டு வெயிலில் ஓட்டிகிட்டு இங்கே உட்காந்து ரொம்ப நிம்மதியாக இருக்குது. ഒരേ സമയം 25 പേർക്ക് ഈ ശീതീകരിച്ച ലോഞ്ചിൽ വിശ്രമിക്കാനാകും. കുടിക്കാനായി വെള്ളവും ഫോൺ ചാർജ് ചെയ്യാനുള്ള സൗകര്യവും ഉൾപ്പെടെ ഈ ലോഞ്ചിലുണ്ട്. ഇതോടെ തൊഴിലാളികളും டபுள் ஹாப்பியான. எங்களுக்கு இடம்லாம் இல்லாமல் நாங்கள் ரொம்ப கஷ்டப்படுறோம். ஹோட்டல்லாம் வெளியில தான் நிற்போம். முக்கியமாக லேட் நைட்டில் கொஞ்சம் நல்லா சேஃபாகவும் இருக்குது. 25 ലക്ഷം രൂപയാണ് ഈ ലോഞ്ചിന് ചിലവായത്. ആദ്യഘട്ടത്തിൽ ചെന്നൈ, കോയമ്പത്തൂർ നഗരങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഉടനെ തന്നെ ചെന്നൈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലുള്ള ലോഞ്ചുകൾ നിർമ്മിക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. KV ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, ചെന്നൈ. KV ശ്രീധരൻ തന്നെ നമ്മുടെ കൂടെയുണ്ട്. ശ്രീധരൻ, മഴയെന്നോ വെയിലെന്നോ ഏത് കാലാവസ്ഥയിലായാലും നമുക്ക് വേണ്ടുന്ന ഭക്ഷണവും മറ്റു സാധനവും ഒക്കെ ഡെലിവറി ചെയ്യുന്ന ആൾക്കാരുടെ ജീവിത സാഹചര്യങ്ങളും അവരുടെ തൊഴിൽ സാഹചര്യങ്ങളൊക്കെ ഒരുപാട് ചർച്ചയാകാറുണ്ട്. നല്ല കാര്യങ്ങളെക്കാട്ടിലും കൂടുതൽ വേദനയോട് കൂടി കേട്ടിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ചെന്നൈ കോർപ്പറേഷൻ ഇപ്പോൾ ഇത്തരം ഒരു പദ്ധതിയുമായിട്ട് മുന്നിലേക്ക് വരുന്നത്. ശരിക്കും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഓടി തളർന്നൊക്കെ ഇരിക്കുന്ന അവർക്ക് വെള്ളം കുടിക്കാൻ പോലും പറ്റുമെന്ന് പോലും നമ്മളൊന്ന് സംശയിച്ചു പോയിട്ടുണ്ട്. അവിടെയാണ് ഒരു AC ലോഞ്ച് ഒരുക്കി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതി എങ്ങനെയാണ്? ഇതൊരു തുടക്കം മാത്രമാണോ? കൂടുതൽ ഇടങ്ങളിലേക്കൊക്കെ വ്യാപിക്കുന്നുണ്ടോ? പൂജ, ഇത് ഒരു തുടക്കം മാത്രം തന്നെയാണ്. ചെന്നൈ നഗരത്തിൽ ഇപ്പോൾ അണ്ണാനഗറിലാണ് ഇങ്ങനെ ഒരു ലോഞ്ച്, അതായത് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു ലോഞ്ചാണ്. AC ഉണ്ട്, ചാർജ് ചെയ്യാം, അത്യാവശ്യം കുടിവെള്ളവും സ്നാക്സും ഒക്കെ കിട്ടും. അങ്ങനെയുള്ള ആധുനിക സൗകര്യങ്ങളെല്ലാം കൂടിയുള്ള ഒരു ലോഞ്ചാണ് അണ്ണാനഗറിൽ ഒരുക്കിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു പൈലറ്റ് പ്രൊജക്റ്റ് എന്ന രീതിയിലാണ് അണ്ണാനഗറിൽ വരുന്നത്. ചെന്നൈയിലും അതുപോലെ തന്നെ കോയമ്പത്തൂരിലും പദ്ധതി നടപ്പിലാക്കുമെന്നാണ് സർക്കാർ ആദ്യം അറിയിച്ചിരുന്നത്. അതിൻ്റെ ആദ്യ ലോഞ്ച് ഇപ്പോൾ ചെന്നൈയിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നേരത്തെ പൂജ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ തൊഴിലാളികൾ ഒരു അസംഘടിത മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ തൊഴിലാളികളുടെ വശം ആരും നോക്കാറില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ബാംഗ്ലൂർ നഗരത്തിൽ തന്നെ നമ്മൾ താമസിക്കുന്ന മേഖലയിലൊക്കെ റോഡ് വക്കിലും അതുപോലെ തന്നെ ചെറിയ ഷെഡുകളിലൊക്കെയാണ് ഇവർ ഈ വലിയ വെയിലും ഉള്ള സമയത്തൊക്കെ അല്ലെങ്കിൽ മഴയൊക്കെ പെയ്യുമ്പോൾ കയറിയിരിക്കാറ്. അങ്ങനെ ഒരു പ്രത്യേക സംവിധാനമൊന്നും ഇവർക്കില്ല. ഇവരെക്കുറിച്ച് ആരും ആലോചിക്കാറുമില്ല. അങ്ങനെയുള്ള ഒരു അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും നല്ലൊരു ചിന്ത തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ചെന്നൈ കോർപ്പറേഷൻ അത് വെടിപ്പായിട്ട് നടപ്പാക്കുകയും ചെയ്തു. ഏതായാലും ഒരു കൈയടിക്കേണ്ട ഒരു സംരംഭം തന്നെയാണ് കോർപ്പറേഷൻ്റെയും DMK സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് കാര്യത്തിൽ യാതൊരു സംശയമില്ല. തൊഴിലാളികളൊക്കെ വളരെ ഹാപ്പിയാണ്. 25 പേർക്ക് ഒരേ സമയം വിശ്രമിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. 25 ലക്ഷം രൂപയാണ് ഇതിന് ചിലവായത്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ ബസ് സ്റ്റോപ്പിലൊക്കെ നമ്മൾ എഴുതി വെക്കാറുണ്ട്, ഇന്നയാളുടെ ഇന്ന പദ്ധതിയിൽപ്പെടുത്തിയുള്ള ഫണ്ട് ഇത്ര 10 ലക്ഷം രൂപ മുടക്കി ഒരു ബസ് സ്റ്റോപ്പൊക്കെ പണിതു എന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. ഏതായാലും ആ പൈസയൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. വളരെ മികച്ച രീതിയിലുള്ള നിർമ്മിതികൾ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒക്കെ നിർമ്മിക്കാം എന്നൊക്കെയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. തീർച്ചയായും ഇപ്പോൾ നമുക്ക് ഈ ഭക്ഷണവും മറ്റു സാധനങ്ങളും ഒക്കെ എത്തിക്കുന്ന ഈ തൊഴിലാളികളെ നല്ല മനസ്സോടുകൂടി ചേർത്ത് പിടിക്കുന്ന എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ അത് തന്നെ വളരെ ചുരുക്കമായിരിക്കും. എന്തായാലും അവിടെയാണ് ഒരു നാട്ടിൽ ഒരു ഭരണകൂടം അവർക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ കയ്യടി നൽകേണ്ട ഒരു പദ്ധതി തന്നെയാണ്.